ഡാ ഞാൻ വന്നിട്ട് ഇപ്പോൾ 10 മിനിറ്റായി. എന്തതിൻ്റെ പ്രശ്നം? നീ ഒന്നും പറയണില്ല. അച്ഛനെന്തോ ഒരു പ്രശ്നം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് മിണ്ടാണ്ട് അങ്ങോട്ട് പോവുക, തോന്നിയ നേരത്ത് കയറി വരിക, ഫോൺ ചെയ്യുക, റൂമിൽ അടച്ചിരിക്കുക, പിന്നെ അങ്ങോട്ട് ഒറ്റ പോക്കാ, പിന്നെ ഇങ്ങോട്ട് കാണാനില്ലേ. എന്താണൊരു പിടിയും കിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മുറി അടച്ചിട്ടൊക്കെ ഇരിക്കണ്ട, വല്ല പെണ്ണേസിലങ്ങനെ പെട്ടാ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണേ. ഇനി വല്ല ഹണി ട്രാപ്പിൽ അങ്ങനെ പെട്ടിട്ടുണ്ടാവൂടാ. അതെ, പെൻഷൻ കിട്ടുമ്പോൾ വീട്ടിൽ ചെലവിന് കാശ് തരുന്നതാണേ. ഇപ്പം അതും കിട്ടില്ലടാ. പിന്നെ ഞാൻ പണിക്ക് പോകേണ്ടി വരുന്നു. എനിക്ക് ആകെ ടെൻഷൻ. നിന്റെ അച്ഛനല്ല ആള്. പുതിയ കുറ്റി തന്നെ വേണമെന്നില്ല, പഴയ കുറ്റികൾ കുറേ ഉണ്ടല്ല. ഇടാ ഒരു സ്വാമി വരുന്നുണ്ടല്ലോ. അത് അച്ഛനടാ. ഇപ്പത്തെ കോല തന്നെ. രൗരവ നരകം, തമിശ്ര നരകം, കുംഭീപാകം, കൃമിഭോജനം കേട്ടിട്ടുണ്ടാ? നരകങ്ങൾ പലവിധം. ദിവാകരേട്ടൻ സന്യസിക്കാൻ വല്ല പരിപാടി ഉണ്ടാ? തിരുനെല്ലി പോയി പിതൃക്കളെ കണ്ടു, വരും വഴിക്ക് നാവാമുകുന്ദനും കണ്ടു, പിന്നെ ഗുരുവായൂർ കയറി ഒരു ശയന പ്രദക്ഷിണവും അന്നദാനം കൂടി അങ്ങോട്ട് കഴിച്ചപ്പോണ്ടല്ലോ, ഹൗ മനസ്സൊന്ന് തണുത്തു. നീ ഇരുന്നേ, ഡാ കുറച്ച് വെള്ളത്തിണ്ടോന്നേ. ചിഹ്നനിളകിയതെങ്ങനെയാണോ അത്? എടാ നീ ചോദിക്കി, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞത് വല്ലതും നിനക്ക് മനസ്സിലായ? അതൊക്കെ നരകങ്ങളുടെ പേരാ. 10-70 വയസ്സ് കഴിഞ്ഞ് മരിച്ചാ നരകത്തിൽ പോകുന്ന കണിയാൻ പറഞ്ഞു. പേടിയായിട്ടും വയ്യ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വറക്കല്, പൊരിക്കല്, ചൂളയ്ക്ക് വെക്കല്. എൻ്റെ അമ്മോ, ഇനി വല്ല ഇളവ് വേണമെങ്കിലേ കുറെ പുണ്യപ്രവർത്തികൾ ചെയ്യാനാ കണിയാൻ പറഞ്ഞ. അപ്പൊ പേടി തട്ടിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെ, മതം മാറിയാലോ എന്നൊരു ചിന്ത. ആ വറവീന്ന് അങ്ങോട്ട് രക്ഷപ്പെടാലോ. അതിപ്പോ ഏത് മതായാലും വറവൊക്കെ ഉണ്ടാവും. പിന്നെ എണ്ണയിൽ വല്ല മാറ്റം വന്നെങ്കിലായി. പിന്നെ മേമ്പൊടിക്ക് വല്ല ഉപ്പ മസാല ഇതൊക്കെ ചേർക്കും. ചിലപ്പോ വിറകെടുപ്പൊന്നും ആയിരിക്കില്ല, പ്രകൃതി വാതകമായിരിക്കും. എന്തപ്പത് വല്ല അൽഫാം ഉണ്ടാക്ക? കേട്ടിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നത്. അല്ലേടാ, ഇതിപ്പോ നരകത്തിൽ പോയ റിവ്യൂ ഒന്നുമില്ല യൂട്യൂബില്, നമ്മളെങ്ങനെ അറിയാനാ? അല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഒന്നും കൂടി പണിക്കാരെ കണ്ടിട്ട് വരാം. ദാസാ മുതല് കയ്യിൽ പോയിട്ടാ ഇപ്പൊ ഡോക്ടറെ കാണിച്ചാ നമുക്ക് രക്ഷപ്പെടുത്തില്ല. ആശാൻ പറഞ്ഞ പോലെ തീർത്ഥാടനവും അന്നദാനവും വഴിപാടുകളും ഒക്കെ നടത്തി. ആ സ്റ്റാറ്റസ് കൊണ്ട് നോക്കിയേ. സ്റ്റാറ്റസ് നന്നായിട്ടല്ലോ, ലൈക്കും അടിച്ചിട്ടുണ്ട്. എൻ്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് നോക്കാനല്ല ഞാൻ പറഞ്ഞേ, പാപത്തിന്റെ ഇപ്പോഴത്തെ നിലവാരം നോക്ക്. അപ്പൊ പാപപരിഹാരമൊക്കെ നന്നായിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഹോ, അപ്പൊ രക്ഷപ്പെട്ടു. ഇനി ഈ ജന്മത്തിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരം കാണാം. അപ്പൊ ഇനിയുണ്ടാ? അപ്പൊ എന്തായാലും പൊയ്ക്കുവോ? പാപങ്ങൾ തീരാത്തോണ്ട് ഇനിയൊരു ജന്മം കൂടി കാണുന്നുണ്ട്. അപ്പൊ പൊരിക്കില്ലേ? ചെറിയ പാപങ്ങളാണെങ്കിൽ നല്ല പുഴുവോ പാറ്റയായിട്ട് ജനിക്കും. പക്ഷെ വലിയ പാപങ്ങളാണെങ്കിൽ മനുഷ്യജന്മം തന്നെ ഉണ്ടാവും. അപ്പൊ പാപങ്ങൾ ബാക്കി നിന്നാ മനുഷ്യനായിട്ട് വീണ്ടും ജനിക്കും അല്ലേ? തീർച്ചയായും. താത്ത അങ്ങോട്ട് കേട്ടാ മതി. അതെ, ആശാൻ ഈ ദക്ഷിണ പിടിച്ചേ. ഇല്ലേടാ, അച്ഛൻ ഡോക്ടറെ കാണിച്ചാ? ആളെ എനിക്കൊന്ന് കാണാൻ കിട്ടിയിട്ട് വേണ്ട ഡോക്ടറെ കൊണ്ട് കാണിക്കാനായിട്ട്. ഇത് അതുണ്ട്. ഓക്കെ ശരി. പെൻഷൻ കിട്ടി. ഞാൻ ഗോവ വരുന്ന് പോയിട്ട് വരാം. പറ്റിയ പട്ടായം കൂടി ഒന്ന് പോയിട്ട് വരും. വട്ടറ മോനെ, കുറച്ചും കൂടി പാപം ചെയ്യാനുണ്ട്. ദിവാകരേട്ടാ, ഞാനുണ്ട്. എനിക്കും കാണിച്ചു എരിപ്പൊന്നും വേണ്ട.